ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ അൾട്ടിമേറ്റ് PSC. അപ്പോൾ പറയാനുള്ളത് LGS എക്സാം എഴുതുന്നവരോടാണ് കേട്ടോ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ, എല്ലാവരും എക്സാമിൻ്റെ ഒരു ടെൻഷനിലും വെപ്രാളത്തിലൊക്കെ ആയിരിക്കും അല്ലേ? ഈ എക്സാം ഡേറ്റ് എടുക്കാനായി എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാണ്ട് ഭയങ്കര ഒരു ഹറി ബറിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. ആ ധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സിലബസ്, നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് ഒരു ധാരണ വേണം. സിലബസ് നോക്കി മാർക്കിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. പ്രിലിംസ് കടക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യം നിങ്ങളുടെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് തന്നെ തുടങ്ങാം. ഇതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ പൊതുവിജ്ഞാനം, അതായത് GK എത്ര മാർക്കാണ് കൊടുത്തേക്കുന്നത്? 40 മാർക്ക് GK കൊടുത്തിട്ടുണ്ട് അല്ലേ? കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്. പിന്നെ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജി, കെമിസ്ട്രി പ്ലസ് ഫിസിക്സ് മൂന്നിനും കൂടെ 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കേണ്ട, അല്ലെങ്കിൽ അതിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കാൻ വരട്ടെ. തൊട്ട് താഴെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കണ്ടോ? നമ്മൾ പൊതുവെ ബയോളജിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന രോഗങ്ങൾ, രോഗകാരികൾ, ഇതൊക്കെ. അതുകൂടാതെ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഈ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചില്ലറക്കാരനല്ല അല്ലേ, 10 മാർക്ക് ഉണ്ട്. പിന്നെ മാത്സിന് 20 മാർക്ക്. ഓക്കെ, നമുക്ക് ഈ ബാക്കിയുള്ള സയൻസും പൊതുജനാരോഗ്യം അവിടെ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് എത്ര മാർക്ക്? പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്, കറണ്ട് അഫെയറിന് 20 മാർക്ക്, മാത്സിന് 20 മാർക്ക്, അതായത് 80 മാർക്ക് അപ്പം തന്നെ ആയി. നമ്മൾ സയൻസ് ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും 80 മാർക്ക് വരുന്നത് പൊതുവിജ്ഞാനം, കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ മാത്സ് എന്നിവയിൽ നിന്നാണ്. അപ്പോൾ ഈ ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സയൻസും പൊതുജനാരോഗ്യവും അല്ലേ, അതിൽ സയൻസിൽ മാത്രമായിട്ട്, സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് വരുന്നത് സയൻസിൽ? ബയോളജിയുടെ ഭാഗത്തുനിന്ന്, ജീവശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജീവകങ്ങൾ, അപര്യാപ്തത രോഗം, നമ്മുടെ വിറ്റമിൻസ് ഒക്കെ. പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, പരിസ്ഥിതി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ ഫിസിക്സിൻ്റെ സിലബസ് ഒക്കെ കണ്ടോ? അത്യാവശ്യം നല്ല വലിയ സിലബസ് ഫിസിക്സിനുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും കൂടിയാണിത്. ഇത്രയും പഠിച്ചാലാണ് നമുക്ക് 10 മാർക്ക് കിട്ടുക അല്ലേ? പഠിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ബയോളജിയിലെ കുറേ കാര്യങ്ങളും ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പഠിച്ചാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. ഇനി താഴോട്ടേക്ക് പോയാൽ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ, അതിൽ പഠിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അടിസ്ഥാന ആരോഗ്യം, ജീവിതശൈലി രോഗം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 10 മാർക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് പഠിക്കാൻ എടുക്കുന്ന അത്ര എഫേർട്ട് വേണ്ട ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഇതിലെ 4 ടോപ്പിക്ക് കവർ ചെയ്യാൻ. പക്ഷെ നമ്മളെ കൈ കിട്ടുന്ന മാർക്കോ 10 മാർക്കുണ്ട്. അപ്പം അത് പഠിക്കാൻ നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. കറക്റ്റായിട്ട് അത് പഠിച്ചു പോവുക. ഓക്കെ, ആദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം നമുക്കിപ്പോൾ ടെലിഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ റാങ്ക് ഫയലിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളും കൂടെ ഒരു മടിയും കൂടാതെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഒരുപാട് PDF ഒക്കെ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ അത് പഠിക്കണം. ആൻഡ് പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ 40 മാർക്ക് പൊതുവിജ്ഞാനത്തിലുണ്ട്. എന്താണ് ഈ 40 മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് 5 മാർക്ക് കിട്ടും. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി, പഞ്ചവത്സര പദ്ധതി, പൊതുവേ നമ്മൾ എക്കണോമിക്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററീൻ്റെ ഭാഗത്തൊക്കെ വരുന്ന കാര്യം തന്നെ, ഈ കാര്യങ്ങളും പഠിക്കുമ്പോൾ 5 മാർക്ക് കിട്ടും. ഒരു പൗരൻ്റെ അവകാശം, കടമ, ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അതിനും ഉണ്ട് 5 മാർക്ക് അല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ നിൽക്കട്ടെ. ബാക്കി നമ്മളിപ്പോൾ ഈ പറഞ്ഞ രണ്ടും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, നമ്മളൊരു LDC ലെവൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് കാര്യം, അതായത് പിന്നെ വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 5 മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ LGSകാർക്ക് അങ്ങനെയാണോ? അല്ല.
ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി റിലേറ്റ് ചെയ്ത് തന്നെ 5 മാർക്ക് കിട്ടുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് പിന്നെ വേറെ 5 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ LGSകാരെ സംബന്ധിച്ചോളം ഇതൊരു ബോണസ് അല്ലേ? അല്ലേ? കാരണം പഠിക്കാനുള്ളത് LDക്കാർക്കും LGSകാർക്കൊക്കെ ഒരേ SCRTയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവർക്ക് അധികം മാർക്ക് കിട്ടുന്നില്ലേ? ഈ പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിക്കാൻ ഒരേ സോഴ്സാണ് നമുക്കുള്ളത്. നമ്മുടെ SCRT തന്നെ നമ്മൾ പഠിച്ചാൽ മതി. ആ SCRTയിൽ ഉള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെയോ നിങ്ങൾക്ക് ഇവിടെ എന്തില്ല? വേൾഡ് ഹിസ്റ്ററി ഇല്ല. പോർച്ചുഗീസുകാർ യൂറോപ്യന്മാരുടെ ആഗമനം ഇല്ലേ? അതില്ല. പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരില്ല. ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിക്കണ്ടല്ലോ. അത്രയും കുറവ് പഠിച്ചാൽ മതി. പഠിക്കാൻ മെയിനായിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, പിന്നെന്താ പഞ്ചവത്സര പദ്ധതികൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഹരിത വിപ്ലവം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ കിട്ടും. ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പഠിച്ചാൽ തന്നെ ആ ഭാഗം കിട്ടും. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. പ്ലസ് ഭരണഘടന പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കണം. കാരണം ആർട്ടിക്കിൾസ് ഒക്കെ അതിനകത്താണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, കേരളം ഭൂമിശാസ്ത്രം, അതായത് കേരളത്തിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെന്താ നവോത്ഥാന നായകന്മാർ, അത് ഇന്ത്യ ആണേലും കേരളം ആണേലും നവോത്ഥാന നായകന്മാരെ പഠിക്കണം. ഓക്കെ, അതായത് പഠിക്കാൻ പറയുമ്പോൾ ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിക്കലി ഉള്ള കാര്യങ്ങളും കേരളത്തിന്റെ കാര്യങ്ങളും. അപ്പോൾ എന്ത് വേണ്ട? ലോകം വേണ്ട. അതായത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന പിന്നെ ഭൂമിയുടെ ഘടന, കാറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യത്തെ കാറ്റല്ല ഞാൻ പറയുന്നത്, അല്ലാതെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന കാറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല നമുക്ക് പഠിക്കാനായിട്ടില്ല. ശിലകൾ, ഇതൊന്നും പഠിക്കാനായിട്ടില്ല. ഇന്ത്യയും കേരളവും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് എളുപ്പമല്ലേ പഠിക്കാൻ. പിന്നെ നവോത്ഥാന നായകന്മാർ, കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, ഇത് കുറച്ച് പഠിക്കണം. പിന്നെ LGSകാരെ സംബന്ധിച്ച് ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട മേഖലയാണ് ഈ കേരളം ഭൂമിശാസ്ത്രത്തിൽ വരുന്ന വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. ഇത് ഭയങ്കര കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ. അതായത് ഇപ്പോൾ LD ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സ്ട്രെസ് കൊടുക്കാത്തൊരു ഏരിയ ആയിരിക്കും ഇത്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് LGSകാർക്ക് എന്ത് ചെയ്യും? നല്ലപോലെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും ഡാറ്റ അവൈലബിൾ അല്ല. അതായത് അവൈലബിൾ അല്ല എന്ന് കുറവാണ്. അവൈലബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല, കുറവാണ്. അപ്പോൾ കേരളം ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 10 മാർക്കാണ് ഇതിനുള്ളത്. ഈ 10 മാർക്കിന്റെ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ വിവരങ്ങൾ കിട്ടുന്നത് നമ്മൾ പഠിക്കണം. റാങ്ക് ഫയൽ തന്നെ മതിയാകും. അപ്പോൾ ആ റാങ്ക് ഫയലിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് പഠിക്കണം. SCRT മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് SCRTയിലുള്ള പാഠഭാഗങ്ങൾ കുറവാണ്. അപ്പോൾ SCRT ഉള്ളത് പഠിക്കണം, പഠിക്കണ്ടെന്നല്ല. പക്ഷേ റാങ്ക് ഫയലിനെ കുറച്ചുകൂടെ ആശ്രയിച്ച് ഈ ഒരു മേഖല, അതായത് നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് PDF-കളും അതുപോലെ തന്നെ റാങ്ക് ഫയലുകളൊക്കെ നോക്കിയിട്ട് അത് നല്ല തറവായിട്ട് പോകണം. കാരണം 10 മാർക്ക് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് SCRT മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മറന്നു പോകരുത്. അത് റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 40 മാർക്ക്. അതായത് ഇന്ത്യയിലെയും കേരളത്തിലെയും കുറച്ച് ജോഗ്രഫിക്കൽ കാര്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നവോത്ഥാന നായകന്മാർ, അവരുടെ സംഘടനകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പഠിച്ചാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാർക്ക് എത്രയാണ്? 40 മാർക്കാണ്. ലോകമാണ് കുറച്ചുകൂടെ, എന്നെ സംബന്ധിച്ചൊക്കെ പഠിക്കാൻ കുറച്ചുകൂടെ പാടായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സും ഒക്കെ സെറ്റാക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ അല്ലാത്ത കാര്യങ്ങൾ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് പഠിച്ചാൽ മതി. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അതായത് ഈ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് 10 മാർക്ക് ഉണ്ട്, ശരിയാണ്. പക്ഷേ ബയോളജി, ഹിസ്റ്ററി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. പക്ഷെ അത് പഠിക്കാൻ ഒരുപാട് സമയം നമുക്ക് പോകും. സമയം പോകുക എന്ന് പറയുമ്പോൾ ആ സമയം നഷ്ടം എന്നല്ല. പക്ഷെ LGSകാരെ സംബന്ധിച്ചോളം അതിനേക്കാൾ നല്ലത് ഈ ഹിസ്റ്ററി, ജോഗ്രഫി ഏരിയാസ് ആദ്യം തീർക്കുന്നതാണ്. കാരണം അതിന് 40 മാർക്കുണ്ട്. അത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സും സെറ്റ് ചെയ്ത് പൊതുജനാരോഗ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? മറ്റേതിലോട്ട് പോയാൽ മതി. അപ്പോൾ സയൻസ് ഒന്നും പഠിക്കണ്ടെന്നാണോ ഞാൻ പറയുന്നത്? അല്ല കേട്ടോ. സയൻസിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് PYQs ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. PYQ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം ഒരേ ഏരിയയിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഏരിയാസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അല്ലാതെ പരക്കെ പഠിക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, LGS ലെവൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ട് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മാത്രം പഠിക്കുക. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വായിച്ചു പോയി അതൊന്ന് സെറ്റാക്കുക. പിന്നെ അതിനൊരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഓപ്ഷൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക.
ഓക്കെ. ഇപ്പൊ യൂറിയ ഉണ്ടാക്കുന്ന അവയവം ഏത് എന്ന് തന്നാല് ഓപ്ഷനിൽ കരളുണ്ടാകും, വൃക്ക ഉണ്ടാകും, ഹൃദയം ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ കരളാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ വൃക്കേനെ കുറിച്ചും ഹൃദയത്തിനെ കുറിച്ചും കുറച്ചൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അങ്ങനെയുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ പരക്കെ വായിക്കാൻ നിൽക്കരുത്. റെഗുലറായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇതിലൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് പ്രിലിംസിന് അത് മതിയാകും. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമല്ലോ. അപ്പോൾ പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പിന്നെ പറയാനുള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. കറണ്ട് അഫയേഴ്സിന് നമുക്ക് എത്ര മാർക്കുണ്ട്? 20 മാർക്ക് കറണ്ട് അഫെയറിനുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ വെറുതെ തമാശയാക്കി കളയരുത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ എക്സാം നടക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് വരെയുള്ളത് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണം. ആദ്യമൊക്കെ പറയായിരുന്നു എക്സാമിന് 6 മാസം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും, അപ്പോൾ അതിന് മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർ പഠിച്ചാൽ മതി. അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ഉള്ള എല്ലാ എക്സാമും എടുത്ത് നോക്കിയാൽ അറിയാം, തൊട്ട് മുമ്പുള്ള 2 ആഴ്ചത്തെ കാര്യങ്ങൾ വരെ PSC കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ആ തൊട്ട് മുമ്പുള്ള 1 മാസത്തെ കറണ്ട് അഫെയർ വരെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. എന്തായാലും അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അത്രയും ലേറ്റസ്റ്റ് ആണ് ചോദിക്കൂല എന്നൊന്നും വിചാരിക്കരുത്, ചോദിക്കും. ഓക്കെ. അപ്പോൾ കറണ്ട് അഫെയർ ഒരു മടിയും കൂടരുത്, പഠിക്കണം. പിന്നെ കുറേ അവാർഡും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് PSC ചോദിക്കൽ. അതൊക്കെ കോഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പഠിക്കുക. അതൊക്കെ എന്തായാലും നമുക്ക് പഠിച്ചാൽ കയ്യിൽ നിൽക്കുന്ന മാർക്കാണ്. പിന്നെ പറയാനുള്ളത് മാത്സ് ആണ്. അപ്പോൾ മാത്സിൻ്റെ സിലബസ് നോക്കിയാൽ നമുക്കറിയാം കുറച്ച് ആണ് നിങ്ങൾക്ക് മാത്സ് ഉള്ളൂ. അപ്പോൾ മാത്സിൽ പൊതുവെ LD-കാരെയൊക്കെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മറ്റേ എക്സ്പോണൻസ് ഇല്ലേ, കൃത്യംഗങ്ങൾ, അത് പഠിക്കാനില്ല. അതുപോലെ തന്നെ ജാമിതീയ രൂപങ്ങളില്ലേ, അതൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. LGSകാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ. നമ്മളിങ്ങനെ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരിക്കാണ്ട് നമുക്കിതൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചാൽ പോരെ. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇതൊക്കെ കുറച്ച് പഠിക്കാൻ പാടുള്ള കാര്യങ്ങളല്ലേ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ മാത്സ് ഒക്കെ പഠിക്കാനുള്ളൂ. പഠിച്ചാൽ തന്നെ 20 മാർക്ക് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, അതും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മാത്സ് ൻ്റെ കാര്യം പറയുമ്പോൾ മാത്സ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഏരിയയും വിട്ട് കളയരുത്. മാത്സ് എവിടെ നിന്ന് വേണേലും ക്വസ്റ്റ്യൻ വരാം. അത്രയും കുറച്ച് കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ മാത്സ് ഒരു ഏരിയയും വിട്ട് കളയാതെ നമ്മൾ ഇപ്പോൾ വീഡിയോ ക്ലാസ് ആശ്രയിക്കുന്നവരാണെങ്കിൽ വീഡിയോ ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. ഇനി അല്ല ബുക്കൊക്കെ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. ആര് പഠിക്കുകയാണെങ്കിലും അതെന്ത് ചെയ്ത് നോക്കണം. മീൻസ് ബുക്കുള്ളവർ ചുമ്മാ വായിച്ച് നോക്കി പഠിക്കരുത്. വീഡിയോ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ചുമ്മാ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. നമ്മൾ മാത്സ് പഠിക്കും, നമ്മളെ മുമ്പിൽ എന്ത് വേണം, ഒരു ബുക്കും പേനയും വേണം. മാത്സ് പഠിക്കുമെന്ന് മാത്രമല്ല, എന്ത് പഠിക്കുമ്പോഴും ഒരു ബുക്കും പേനയും വേണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് പഠിച്ചിരുന്നാൽ അത് നമുക്ക് ഭയങ്കര മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാത്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അന്നേരം എല്ലാം അറിയായിരിക്കും, സെറ്റായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണം. ഷോർട്ട് കട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും. അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് അയ്യോ ഇതെനിക്ക് ചെയ്യാൻ അറിയാം പക്ഷെ എങ്ങനെയാണെന്ന് പറ്റുന്നില്ല, സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റാത്ത പ്രശ്നമൊക്കെ വരും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് LGSകാരോട് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് പഠിക്കുക. പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഏരിയ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഇനി മുമ്പ് ഞാൻ LD-കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കരുത്. കാരണം ഈ വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്ത്യ കേരള ഇത്രയും പഠിച്ച ആകെ കിട്ടുന്നത് 5 മാർക്കാണ് മെയിൻസിന്. അതുപോലെ തന്നെ പിന്നെ ജോഗ്രഫി ആണെങ്കിലും അങ്ങനെ തന്നെ. വേൾഡും ഇന്ത്യയും ഹിസ്റ്ററി പിന്നെ കേരളവും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 5 മാർക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ആ ഏരിയക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്താ തിരിച്ച് പറയുന്നതെന്ന് ആലോചിക്കരുത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കണം. ഇതിൽ 40 മാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ മാർക്കല്ല. അപ്പോൾ ആ 40 മാർക്ക് നമ്മൾ കളയാൻ പാടില്ല. നല്ല രീതിക്ക് എന്ത് ചെയ്യണം, SCRT ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. SCRT ഒരു ഉപേക്ഷ അതിൽ വിചാരിക്കരുത്. ഈ നമ്മുടെ കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പഠിക്കാൻ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനേക്കാളും ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് റിവൈസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെ ഞാൻ വായിച്ചിടത്തോളമുള്ള ചാപ്റ്റേഴ്സ് നല്ല സെറ്റാണ്, നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ചാപ്റ്റേഴ്സാണ്. കുറച്ചധികം കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ പുതിയ ചാപ്റ്റേഴ്സ് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് എന്തായാലും അത് നിങ്ങളുടെ മാർക്കിലൊരു ഗുണം നിങ്ങൾക്ക് അതിനോട് കിട്ടും. ഓക്കെ. അപ്പം സിലബസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചോദിക്കും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കുന്നതിനോട് കൂടെ എന്തൊക്കെ ഒഴിവാക്കണം ഇതിൽ നിന്ന് പഠിക്കാൻ എന്നുകൂടെ നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് നമ്മൾ PYQs നോക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ രീതിയിലാണ് PSC ചോദിക്കുക, PSCക്ക് ചോദിക്കാൻ താല്പര്യമുള്ള ഏരിയ അപ്പോൾ ഇതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ PYQs നോക്കി പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ PYQs നോക്കി പഠിക്കാൻ തുടങ്ങണം കേട്ടോ. എന്ന് കരുതി ഞാൻ പറയുന്നത് PYQ മാത്രം പഠിക്കണം എന്നല്ല. പക്ഷേ PYQs നോക്കി
നോക്കി തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ഏരിയ ആണ് PSC ഫോക്കസ് ചെയ്യുന്നത് എന്ന്. പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ പോലും PSCക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു വകുപ്പാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര ആൾക്കാർ പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവില്ല. നമ്മളത് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് PSCക്ക് ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ രീതിയിലേ അവർ ഇടുകയുള്ളൂ. ഓക്കെ. അതുപോലെ ചില ടോപ്പിക്കുകൾ PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് PYQs അനലൈസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ PYQs ഇപ്പോൾ തന്നെ ഒരുപാട് ടെലിഗ്രാം ചാനലുകളുണ്ട്. ഇതിലൊക്കെ അവൈലബിൾ ആണ്. മടി കൂടാണ്ട് അത് നോക്കി പഠിക്കുക. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ PYQം റിലേറ്റഡ് ഫാക്ട്സും ഉള്ള ബുക്സ് ഒക്കെ കുറേ കിട്ടാനുണ്ട്. അതിലേതെങ്കിലും ഒരു ബുക്ക് വാങ്ങിയിട്ട് പഠിച്ചാലും മതി. അപ്പോൾ ബുക്ക് വാങ്ങുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ റിലേറ്റഡ് ഫാക്റ്റ് ഉള്ള ബുക്ക് വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ എവിടെയും തപ്പണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള ബുക്കുകളൊക്കെ ഒരുമാതിരി SCRTയുടെ റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ മതിയാകും. അത് സെറ്റാണ്. അപ്പോൾ PYQs നോക്കണം, SCRT ചാപ്റ്റേഴ്സ് നോക്കണം, ഹോട്ട് ഏരിയാസ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരു കാര്യമില്ലാതെ വലിച്ചു വാരി കുറേ സമയം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന സമയം 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ എഫക്റ്റീവായിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ മാത്സ് ഒരു ഏരിയയും വിടരുത്. കറക്റ്റായിട്ട് പഠിക്കുക. ഈ പ്രിലിംസ് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ. നിങ്ങൾക്കുള്ളതാവട്ടെ. മെയിൻസും ജോലിയൊക്കെ നിങ്ങളുടെ കയ്യിലോട്ട് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു.